ചിലപ്പോൾ ഭയമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഇത്രയും കാലം വർഷങ്ങളായി 60 വർഷത്തോളമായി ഞങ്ങൾ ഈ മിഷൻ പ്രവർത്തനം തുടങ്ങിയിട്ട് മിഷനിൽ പ്രവർത്തിക്കുന്നത്. മിഷൻ പ്രവർത്തനം ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ള ആതുരസേവനം, ഞങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകൾ, ഇതെല്ലാം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും നാൾ ഞങ്ങൾക്കൊരു ഭയം ഇല്ലായിരുന്നു. ഇനിയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഇതുവഴി നമ്മുടെ സഭയ്ക്ക് കുറച്ചും കൂടി നേട്ടമുണ്ടാവും. സഭയ്ക്കല്ല, നമ്മൾ സിസ്റ്റേഴ്സിന് ഞങ്ങളങ്ങനെ ഭയപ്പെട്ട് ഞങ്ങൾ ഓടിപ്പോകുന്നൊന്നുമില്ല. ഞങ്ങളിവിടെ തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ പാവപ്പെട്ടവർക്കും ശരണർക്കും വേണ്ടി ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇല്ല, അവർ ഞങ്ങളോടൊപ്പം ആയിരിക്കും കുറച്ച് നാട്ടില്ല. ഇവിടുന്നാണ് അവരിവിടെയാണ്. കുറച്ച് നാളും ഉണ്ടാവും. അതുകൊണ്ട് അവർ വീട്ടിൽ പോകാനുള്ള ഒരു അവസരമൊക്കെ ഉള്ളപ്പോൾ അവർ പോകും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ചില പല കന്യാസ്ത്രീകൾക്കും അവരുടെ സഭാവസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ ഒരു വസ്തുതയാണ്. അവർ സാരിയും ചുരിദാറും ഒക്കെ ഇട്ട്, അത് കേരളത്തിന് പുറത്ത് പലയിടങ്ങളും അങ്ങനെ അനുവദിക്കാറുണ്ട്. ഈ ഒരു അവസ്ഥയൊക്കെ മാറാനായിട്ട് സഭയ്ക്ക് പ്രവർത്തിക്കാൻ ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷമുണ്ടോ? പേടി എല്ലാവരിലും ഉണ്ടോ? ഉള്ളിലൊരു ഭയമില്ല? അങ്ങനെ ഭയമൊന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓടിയൊന്നും ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഞങ്ങൾ കൂടുതൽ പേരും എടുക്കുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങൾ മാറും. ഞങ്ങൾക്ക് അതിനുള്ള അനുവാദമുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല ചോദിക്കുന്നത്. രാജ്യത്ത് പൊതുവിൽ നിങ്ങൾ ഛത്തീസ്ഗഡിലാവട്ടെ ജാർഖണ്ഡിലാവട്ടെ ഇവിടെ പൊതുവിലൊരു ഭീതിയുടെ അന്തരീക്ഷം ഇല്ലേ മതപ്രവർത്തനത്തിന്? ഉണ്ട്. അതാ ചോദിക്കുന്നത്. എന്താണ് അങ്ങനെ ഒരു തുറന്നതിന്റെ KCBC അടക്കം തുറന്നത് പറഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊക്കെ വസ്ത്രമിട്ട് ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമുക്കത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതല്ലേ. നമുക്ക് മതസ്വാതന്ത്ര്യവും ഇതെല്ലാം ഉള്ളതല്ലേ. നമ്മൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഇനി അതിൽ തീർച്ചയായിട്ടും അല്ല, ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് ഇത് FIR തന്നെ ഞങ്ങൾക്ക് മാറ്റി കിട്ടണമെന്ന് ഞങ്ങളുടെ അത് ക്യാൻസൽ ചെയ്ത് കിട്ടണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം ഇപ്പോൾ കേരളത്തിൽ പ്രത്യേക ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് BJP ആയാലും കോൺഗ്രസ് ആയാലും ഇടതുപക്ഷമായാലും നിങ്ങളെ കന്യാസ്ത്രീയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജയിലിലെത്തി. ഇതിനെങ്ങനെ കാണുന്നു? അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അത് അവരോട് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയമൊന്നും കളിക്കുന്നവരല്ല. ഞങ്ങൾ സിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സമർപ്പിതരാ. ഞങ്ങൾ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഞങ്ങൾ അപ്പം ഞങ്ങൾക്ക് അവിടെ രാഷ്ട്രീയക്കാരെയും ഞങ്ങൾ ഒരുപോലെ കാണുന്നു. പക്ഷെ നമുക്ക് വേണ്ടി ആരെന്ത് ചെയ്യുന്നു അവരോട് കുറച്ചും കൂടെ ഞങ്ങൾക്ക് താല്പര്യം കാണുമായിരിക്കും. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒരു രാഷ്ട്രീയത്തിലും ഇന്നിവിടെ എല്ലാവരും വന്ന് ഞങ്ങളോടുള്ള സഹകരണം ഞങ്ങൾക്ക് ഒത്തിരിയധികം ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരോടും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി.